നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മയ്ക്കെന്നെ അറിയാം, മനസ്സിലായി. ഗിരിയുടെ ജീവിതത്തിലേക്ക് ഞാൻ വന്നതിന് ശേഷമാണ് അമ്മയെക്കുറിച്ച് അറിഞ്ഞത്. കൂടുതൽ അറിയാൻ ശ്രമിക്കുന്തോറും എന്റെ മുന്നിൽ വന്നത് ഉത്തരം കിട്ടാത്ത ഒരുപിടി ചോദ്യങ്ങൾ മാത്രമായിരുന്നു. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അന്വേഷിച്ച് ഞാൻ ഇറങ്ങി പുറപ്പെട്ടു. ആ യാത്രയാണ് ഇന്നെന്നെ അമ്മയുടെ മുന്നിൽ കൊണ്ടുവന്നെത്തിച്ചത്. ആ ചോദ്യങ്ങൾ എന്തായാലും അതിനുള്ള ഉത്തരം എന്റെ പക്കലില്ല കുട്ടി. ചെറിയ പ്രായത്തില് ഗിരിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് അമ്മയ്ക്ക് മാത്രമാണ്. കഴിഞ്ഞുപോയ കാലത്തിലേക്ക് എന്നെ ഇനി തിരികെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കണ്ട. ഞാനിപ്പോ വേറെ വഴിയില്ല. മറ്റൊരു ജീവിതത്തിലാണെന്ന് തന്നെ കൂട്ടിക്കോളൂ. എന്നോടിപ്പോ ഒന്നും ചോദിക്കണ്ട. അമ്മ അങ്ങനെ കൈയൊഴിയല്ലേ. അമ്മയുടെ മകനെ കുറിച്ച് ഞാൻ പറയുന്നത്. കഥ അറിയാതെ ഒരു നാടകം ആടിക്കൊണ്ടിരിക്കുകയാണ് ഗിരി. അമ്മയുടെ മകനെ കൊണ്ട് അത് ചെയ്യിക്കുന്നത്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ. എനിക്കിപ്പോ ഒരു മകളേ ഉള്ളൂ. അത് ഈ നിൽക്കുന്നവളാ. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇനി എന്നെ അന്വേഷിച്ച് ഇവിടെ വരരുത്. ഒത്തിരി നാള് കാത്തിരുന്നിട്ട് അവരെ കഷ്ടപ്പെട്ട് കണ്ടെത്തി ഒരുപാട് പ്രതീക്ഷയോടെ വന്നതല്ലേ നമ്മള്. ഒക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോയല്ലോ. ഇനിയൊരു പക്ഷേ എല്ലാവരും പറയുന്നത് പോലെ സത്യം തന്നെ ആയിരിക്കും. ഗിരിയുടെ അവനെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിച്ച് പോയതായിരിക്കും. ഇല്ല ആകാശ്, ഒരിക്കലും ഇല്ല. അവരുടെ മനസ്സിൽ ഗിരിക്കുള്ള സ്ഥാനം എന്താന്ന് അല്പം മുമ്പ് ഞാൻ ആ കണ്ണുകളിൽ കണ്ടതാ. ആ കണ്ണുകളിൽ ഞാൻ കണ്ടത് എന്നോടുള്ള സ്നേഹമായിരുന്നില്ല, ഗിരിയുടെ ഭാര്യ എന്ന വാത്സല്യമായിരുന്നു. പിന്നെന്തിനാണ് അവർ അങ്ങനെയൊക്കെ പറഞ്ഞതും പെരുമാറിയതും? അത് എനിക്ക് മനസ്സിലാവാത്തത്. ഒരുപക്ഷെ ഭയന്നിട്ടായിരിക്കും. ഭയന്നിട്ടോ? ആരെ? ആരാണോ ഗിരിയുടെ ജീവിതത്തിൽ നിന്ന് അവരെ പറിച്ചകറ്റിയത് അവരെ തന്നെ അവനെ വഴി. ശരിയാ, സുമിത ഗിരിയുടെ ഭാര്യ മാത്രമല്ലല്ലോ. മഹാലക്ഷ്മിയുടെ കണ്ണില് സുമിത അനുരാധയുടെ മരുമകളും കൂടെയാണല്ലോ. അതാവും കാരണം. എന്നെ വിശ്വസിക്കാവോ ഇല്ലയോ എന്ന് ആ പാവത്തിന് തീരുമാനിക്കാൻ പറ്റി കാണില്ല. മഹാലക്ഷ്മി അമ്മ എന്നെ ആട്ടി കയറ്റിക്കൊണ്ട് മാത്രം ഞാൻ പോവാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ ഇനിയും വരും. അമ്മയുടെ വിശ്വാസം നേടിയെടുക്കുകയും ചെയ്യും. ശരി, പോവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവരുടെ പണം കൊടുത്ത് വീട്ടണ ശാരദാമ്മ. ഇവര് കേസിന് പോവുകയോ നാളെ ഇവിടെ വന്ന് ബഹളം വയ്ക്കുകയോ ചെയ്താൽ ദേ പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന സ്ഥലമാണെന്ന് ഓർക്കണം. ഞാൻ അവളെ ഇനിയും വിളിക്കും. അല്ലെന്നുണ്ടെങ്കിൽ അവള് വാങ്ങിച്ച കാച്ചിങ് തിരിച്ചു തന്നേക്ക്. നീ അങ്ങനെ ഇപ്പൊ ജയിക്കണ്ടോ? പോടാ പോ. ഇതൊക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാ. വിഷ്ണു ആണ്.
ബാബേ അവരിങ്ങെത്തി വാ നടക്ക്. വിഷ്ണു പൊളിച്ച് നമ്മള് ജയിച്ചു. നമ്മുടെ കുടുംബശ്രീ ജയിച്ചു. ഒടുവിൽ നീ ജയിച്ചു വല്ലടം പോനെ. കൊറേ കൈയടിക്കണം എല്ലാവരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അങ്ങിട്ട് കൊടുക്കും ഭാമേ. ഇനി ട്രോഫി. എന്നാ ബാബേ ഐശ്വര്യമായിട്ട് കൊടുക്ക്. അങ്ങ് കൊടുക്ക് ബാബേ. അടിക്കണ കൈ അടിക്കണ. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം. മേരിമാത ടിമ്പർ മില്ലിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ജിമേനി ഔദ മെമ്മോറിയൽ സൈക്കിൾ റേസിന്റെ ഒന്നാം സമ്മാനം നേടിയ ചുണക്കുട്ടനെ കാത്തിരിക്കുന്ന ചെക്ക് 2,22,222 രൂപയുടെ ചെക്ക്. കഴിഞ്ഞല്ലോ. കുടുംബശ്രീ ഹോട്ടൽ കൈവിട്ടു പോയി. മാമേ ഐശ്വര്യമായിട്ട് കൊടുക്ക്. കൊടുക്ക് മാമേ.
പ്രത്യേകം ഓർമ്മയുണ്ടാവണം. മേരിമാത ടിമ്പർ മിൽ ആരും തടി കുറയ്ക്കരുത്. റേസിൽ വിജയായ വിഷ്ണു എന്റെ മില്ലിലെ ജോലിക്കാരനാണെന്നുള്ളത് എനിക്ക് അഭിമാനമാണ്. അതുപോലെ അച്ഛനമ്മമാർക്കും ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ അഭിമാനമാണിവൻ. അഭിമാനമാണ്. കൈയടിക്കണം. എനിക്ക് ഉറപ്പുണ്ട്, വിഷ്ണുവിന്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സന്തോഷം കൊണ്ട് കരഞ്ഞു പോകുമായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേച്ചിക്ക് ആരാ ഇങ്ങനെ ബുദ്ധിമോശം ഉപദേശിച്ചായിരുന്നു? ഈ കത്ത് എന്തോ ഭാഗ്യത്തിന് ചേച്ചിയുടെ കൈ കിട്ടി. ഇതുപോലെ ഇനിയും കത്തുകൾ വന്നുകൂടാന്നില്ലല്ലോ. അത് വേറെ ആരുടെങ്കിലും കൈ കിട്ടിയ അവരത് വായിച്ചാ ഇന്ന് ചേച്ചിയുടെ കൂടെ നിൽക്കുന്ന ആരെങ്കിലും കാണൂ? ഒരു വാക്ക് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ കാണൂ? നീ കാണോ? അതാദ്യം പറ, നീ കാണോ? സ്വന്തം രക്തത്തിൽ പിറന്ന നീ ഇത്ര ആലോചിക്കുമ്പോ ബാക്കി ആരും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ നിന്റെ കാര്യം മാത്രം നോക്കിയാ മതി. നീ ഒന്നും അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല, മനസ്സിലായോ? എന്റെ വഴി എന്താന്ന് എനിക്കറിയാം. നേരത്തെ ആരോ വന്നു പോകുന്ന പോലെ തോന്നിയല്ലോ. ആരായിരുന്നു? അച്ഛാ, അത് മാനേജർ വിജയുടെ ഭാര്യയായിരുന്നു. അവൾ ആരെ കാണാൻ വന്നോ? എന്നെ കണ്ട് സംസാരിക്കാൻ വേണ്ടി വിജയ് പറഞ്ഞു വിട്ടതാ. അവനറിയാം നിന്റെ മുമ്പിൽ വന്ന് കരഞ്ഞാൽ നിന്റെ മനസ്സറിയുമെന്നും അവനെ സഹായിക്കുമെന്നും. എന്നിട്ട് അവൾ എന്തു പറഞ്ഞു? ഹാ, അവര് പാവോ അച്ഛാ. അവൻ വേഷം കെട്ടിച്ച് വിട്ടതാ അവളെ. ആരോ അവനെ ആക്രമിച്ചുവെന്നും ഇപ്പൊ ഹോസ്പിറ്റലിലാണെന്നും അവൻ എന്തൊക്കെയോ രഹസ്യം പറയാനുണ്ടെന്നും അതൊക്കെ അർച്ചനയോട് പറയാൻ വേണ്ടി അവളെ പറഞ്ഞു വിട്ടതാന്ന്. പാവം, അവളെ എന്തെങ്കിലും കള്ളക്കഥകൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അച്ഛൻ അതൊക്കെ കേട്ടോ? ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ അവന് പറയാനുള്ളൂ. അതിൽ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല അച്ഛാ. എനിക്ക് തരാൻ വേണ്ടി ഒരു കത്ത് കൊടുത്തു വിട്ടു. എല്ലാം അതിലുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ആ കത്ത് എവിടെ? ഓ, അതോ? അതിലൊന്നുമില്ല അച്ഛാ. അവന്റെ ഏറ്റുപറച്ചിലും സഹായിക്കണമെന്നുള്ള അപേക്ഷയാ മൊത്തം. അറിയാതെ പറ്റിയതാണ്, ഇത്രയും ദ്രോഹം ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെയാ കത്തില്. അച്ഛന് കാണണോ? വേണ്ട. ഇനി അവൻ എന്തു പറഞ്ഞാലും തിരിച്ചവനെ കമ്പനിയിൽ എടുക്കണ്ട. അവൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ കൊടുത്തേക്കണം. ആരുടെയും കണ്ണീരും ശാപവും നമുക്ക് വേണ്ട. വളരെ ദയനീയമാണെന്ന് തോന്നുന്നു അച്ഛാ അവസ്ഥ. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കമ്പനിയിൽ കുറച്ചു കാലം ജോലി ചെയ്തല്ലേ. ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയി നോക്കായിരുന്നു. ഇനി നമ്മൾ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയില്ലല്ലോ. അതൊന്നും വേണ്ട. പിന്നെ അതിന്റെ പുറകെ നടക്കേണ്ടി വരും. ഇപ്പൊ തന്നെ അവൻ ആരോടെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും നമ്മളാണ് അവനെ ആക്രമിച്ചതിന് പിന്നിലെന്ന്. പിന്നെ അവൻ പോലീസിലും കോടതിയിലും ഒന്നും പോകാത്തത് അവന് തന്നെ വിനയാവുമെന്ന് കരുതിയ. എനിക്ക് ചില ഡോക്യുമെന്റ്സ് മേഡത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കണം. ഇതിനകത്തുണ്ട് എല്ലാ കാര്യങ്ങളും. നമ്മൾ ആരെന്ന് പരിചയപ്പെടുത്തണം കൊണ്ടുപോകുന്നത്. അർച്ചനയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോ പെട്ടെന്ന് മനസ്സിലായി, അവൻ നമ്മളോട് കാണിച്ച ചതിക്കും വഞ്ചനയ്ക്കും നമ്മൾ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്. ദൈവം എന്നൊരാൾ മുകളിലുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായോ? ഇപ്പോഴൊക്കെ ജോലിയും കൂലിയും അപ്പ തന്നെയാ. എന്റെ മനസ്സ് അത്രമാത്രം വേദനിച്ചു. അതിനുള്ള കൂലി ദൈവം ഉടനെ തന്നെ അവന് കൊടുത്തു. ലോകത്താരവനോട് ക്ഷമിച്ചാലും ഞാൻ ക്ഷമിക്കില്ല അർച്ചനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി.
ആരാങ്ങളെ? ശ്രീകുട്ടി വന്ന കോള്. ഒരു ഡി റോയ് പെരേര. അതാരാ മോനെ? എടുക്കങ്ങളെ, അവൾക്ക് അങ്ങനെ ഒരു ഫ്രണ്ടുള്ള കാര്യം എനിക്കറിയില്ല. മോൻ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കും. നീ സംസാരിക്കും. മറുപടി പറഞ്ഞ് ഞാൻ മടുത്തു. ഹലോ. സ്വാതി മാഡം ഹോസ്പിറ്റൽ വിട്ടോ? ഇല്ല. നിങ്ങളാരാ? ഞാൻ റോയ് പെരേര. സ്വാതി മാഡത്തെ ഫോണിൽ കിട്ടുമോ? ഒരു എമർജൻസി മാറ്ററാ. സ്വാതി ഫോണിൽ സംസാരിക്കാറായിട്ടില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ പറ. നിങ്ങൾ സ്വാതി മാഡത്തിന്റെ ആരാ? ഞാൻ അവളുടെ കസിനാ. സർ, ഞാൻ ഡിറ്റക്റ്റീവ് റോയ് പെരേര. സ്വാതി മാഡം ഒരു കേസ് അന്വേഷിക്കാൻ എന്നെ ഏൽപ്പിച്ചിരുന്നു. അവർ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് ആരാണെന്ന് കണ്ടുപിടിക്കാൻ. ഏത് പെൺകുട്ടിയുടെ? ലക്ഷ്മി. ലച്ചു എന്നാണ് അവളെ നാട്ടുകാർ വിളിക്കുന്നത്. എന്നിട്ട് മുഴുവൻ ഡീറ്റെയിൽസും ഞാൻ കളക്ട് ചെയ്ത് കാത്തിരിക്കുകയാണ്. ലക്ഷ്മിയുടെ വെഡിങ് ലെറ്റർ ഉൾപ്പെടെ. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസായിരുന്നു. ആ കുട്ടിയുടെ നാട്ടിൽ പലതവണ പോയി പലരെയും കണ്ടിട്ടാണ് കേസ് ഫയൽ ക്ലോസ് ചെയ്തത്. എന്നിട്ട് അവളുടെ ഭർത്താവ് ആരാണെന്ന് കണ്ടുപിടിച്ചോ? ഡിറ്റക്റ്റീവ് റോയ് പെരേര ഒരു കേസ് ഏറ്റെടുത്താൽ അതിൽ നിന്ന് വിജയം കാണാതെ പിന്മാറില്ല സാർ. ലക്ഷ്മിയുടെ ഭർത്താവിന്റെ പേര് സഞ്ജയ് പണിക്കർ എന്ന സഞ്ജു. ആളി സിറ്റിയിൽ തന്നെയുള്ള ഒരു ബിസിനസ്കാരനാണ്. പക്ഷേ സ്വാതി മേഡത്തെ ആ കുട്ടി തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. എങ്ങനെ? സോറി സാർ, ഇതിൽ കൂടുതൽ വിവരങ്ങളൊന്നും ഇപ്പൊ വെളിപ്പെടുത്താൻ പറ്റില്ല സാർ. അതെനിക്ക് തരാന്ന് പറഞ്ഞ പ്രതിഫലം കിട്ടിയതിന് ശേഷം. ഒരു ആക്സിഡന്റ് ആയി സ്വാതി അയച്ചില്ല. ഉടനെ അവൾക്ക് പഴയ നിലയിൽ എത്താൻ പറ്റില്ല. ഓ മൈ ഗോഡ്. നിങ്ങൾ ചെയ്ത ജോലിയുടെ പ്രതിഫലം ഞാൻ തരാം. താങ്ക് യു സാർ, എനിക്കത് മതി. മുഴുവൻ കേസ് ഫയലും ഞാൻ സാറിന് ഹാൻഡ് ഓവർ ചെയ്യാം. എവിടെ നിങ്ങളുടെ ഓഫീസ്? പാറ്റൂരാണ് സാർ. ഇൻഫോർമൽ സീക്രട്ട് ഏജൻസി എന്നാണ് പേര്. ധാരാളം കേസുകൾ ഞാൻ പുഷ്പം പോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സാർ വന്നോളൂ. ഓക്കെ, ഞാൻ വിളിച്ചിട്ട് വരാം. ഓൾവേസ് വെൽക്കം സാർ. താങ്ക് യു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ മംഗലശ്ശേരിയിൽ വന്ന വിവരം നീ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ ഭർത്താവുണ്ടല്ലോ സഞ്ജു, അവൻ ഹോസ്പിറ്റലിലാണെങ്കിലും വെറുതെ ഇരിക്കുകയല്ല. ഹോട്ടലുകളും റിസോർട്ടുകളും ലക്ഷ്യം വെച്ച് പ്രൈവറ്റ് ഏജൻസിയെ വെച്ച് അന്വേഷിക്കുന്നുണ്ട് ശത്രു ആരാണെന്നറിയാൻ. നിനക്കൊന്ന് പറഞ്ഞു കൊടുക്കായിരുന്നില്ലേ കണക്ക് തീർക്കാൻ വന്നിരിക്കുന്നത് മാണിക്യമംഗലത്തെ ഗൗരി നന്ദനയാണെന്ന്? ഇപ്പോഴും അവനൊന്നും അറിയില്ല. അവനെ ആരും ഒന്നും അറിയിച്ചിട്ടുമില്ല. നീയാളും ഇടിക്കുക. നിങ്ങൾ ഗൗരിനന്ദനെ എന്ന് പറഞ്ഞ അതിന് എന്ത് തെളിവാ ഉള്ളത്? ഗൗരിനന്ദന ട്രെയിനിന് മുന്നിൽ ചാടി ജീവൻ ഒടുക്കി. ആ ബോഡി പോലീസ് തന്നെ സംസ്കരിച്ചു. ഭൂമിയിൽ നിന്ന് നിങ്ങളുടെ പേര് തന്നെ വെട്ടി മാറ്റപ്പെട്ടു. അതറിയാവുന്നതുകൊണ്ടല്ലേ ദക്ഷ എന്നൊരു പേര് നിങ്ങൾ സ്വീകരിച്ചത്. നിങ്ങൾ ഗൗരിനന്ദനെയാണെന്ന് പറഞ്ഞാ ഇനി ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അപ്പോ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വിഷമുള്ള ഇനമാണല്ലോ നീ. അതെ, വിഷജന്തുക്കളോട് നേരിടുമ്പോ കുറച്ച് വിഷമൊക്കെ ഉണ്ടാവും. നീ എന്നെ കാണുന്നത് അങ്ങനെയാണല്ലേ?
പിന്നെ നിങ്ങൾ ആരാ? ജീവിതം എന്താണെന്ന് അറിയാത്ത ഒരു പാവം പെണ്ണിനെ 2 തവണ കൊലപ്പെടുത്താൻ ശ്രമിച്ചില്ലേ? നിങ്ങളൊരു മനുഷ്യ സ്ത്രീയാണോ? ഞാൻ മനുഷ്യസ്ത്രീയാണെന്ന് നിന്നോട് ആരാടി പറഞ്ഞത്? സ്നേഹവും കാരുണ്യവും വാത്സല്യവും ഉറവ പറ്റിപ്പോയൊരു പെണ്ണാ ഞാൻ. നീ ചേച്ചിന്ന് വിളിക്കുന്നവള് വീണു പോയപ്പോ നിനക്ക് നൊന്തും. ജീവിതത്തിൽ എത്ര തവണ ഞാൻ വീണു പോയെന്ന് നിനക്കറിയാമോ? നിങ്ങൾക്ക് അതേ പ്രായത്തിലൊരു മകളുണ്ടായിരുന്നെങ്കിൽ എന്റെ ചേച്ചിയോട് ഈ ക്രൂരത കാണിക്കോ? എന്റെ മകളായ പോലും എന്റെ വഴി തടഞ്ഞാൽ എനിക്കവള് ശത്രുവാ. രക്ഷയിൽ നിന്ന് ഒരു ദയയും അവള് പ്രതീക്ഷിക്കണ്ട. രക്ഷിക്കാൻ ഓടി നടക്കുന്ന നീ ആരാണെന്ന ചിന്ത മറക്കരുത്. താലി കെട്ടിയവന്റെ വീട്ടിൽ വേലക്കാരിയെ പോലെ നീ ജീവിക്കുന്നത് നിന്റെ നല്ല മനസ്സുകൊണ്ടാണെന്ന് നീ വിശ്വസിക്കുന്നു. ആ വീട്ടിലെ മറ്റുള്ളവർ നിന്നെ തിരിച്ചറിഞ്ഞാലുള്ള അവസ്ഥ നീ ഇതുവരെയും ചിന്തിച്ചിട്ടില്ല. നീ ഒരു വെട്ടിയല്ലെന്ന് എനിക്കറിയാം. സ്വാതി ഇല്ലാതാവേണ്ടത് നിന്റെ ആവശ്യമാണോ അതോ എന്റെ ആവശ്യമാണോ? ഇനി നിങ്ങളൊരു അക്ഷരം ശബ്ദിച്ചു പോരുത്. ശബ്ദിക്കും. സഞ്ജു താലി കെട്ടിയ പെണ്ണ് നീ. അവൻ വീണ്ടും താലി കെട്ടാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന പെണ്ണ് സ്വാതി. അവന്റെ ഭാര്യയായ നീ ആ വീട്ടിൽ തന്നെയുണ്ട്. നീ എന്റെ നേരെ ക്ഷോഭിച്ച എന്റെ ചോദ്യത്തിന് മറുപടിയാവോ? എന്റെ ഒരു കോള് മാത്രം മതി കാഞ്ചനയ്ക്ക്. ഒന്നുകിൽ കാഞ്ചന നിന്നെ കൊല്ലും, അല്ലെങ്കിൽ നിനക്ക് ആത്മഹത്യ ചെയ്യാം. രണ്ടായാലും നീ പിന്നെ ഇല്ല ലക്ഷ്മി. ഹോസ്പിറ്റലിൽ നിൽക്കാൻ പോലും കാഞ്ചന നിന്നെ അനുവദിക്കില്ല. നീ അവളുടെ മകൾക്കൊരു ബാധയാണെന്ന് കാഞ്ചനയ്ക്കറിയാം. നീ പേടിക്കണ്ട, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. എവിടെയൊക്കെയോ നീയും ഞാനും തമ്മിൽ ചില പൊരുത്തങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മംഗലശ്ശേരിയിൽ ഒരാൾ പോലും അവശേഷിക്കാതെ ഒന്നും തമ്മിലടുപ്പിച്ചും ആ കുലം ഞാൻ മുടിപ്പിക്കും. ഒടുവിൽ അതിനൊരു അവകാശം വേണമല്ലോ. അതിന് ഞാൻ കാണുന്നത് നിന്നെയാ. താലിച്ചെരട അറ്റുപോയവൻ. രക്ഷയ്ക്ക് നിന്നോടുള്ള മമതയായി നിനക്കതിനെ കരുതാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിവാഹകാര്യത്തിൽ പണ്ടുകാലം തൊട്ടേ ആചരിച്ചു വരുന്ന ചില ചടങ്ങുകളുണ്ട് ഈ തറവാട്ടിൽ. കാർന്നോമാരുണ്ടാക്കി വെച്ചതാ. വിശാല് പാർവതിയെ വിവാഹം കഴിക്കുമ്പം അതൊന്നും പാലിച്ചില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അമ്മേ, ചടങ്ങുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തന്നാ മതി. ഒന്നും ഒഴിവാക്കാതെ നടത്തിക്കോളാം. ഇനി ഒരു അലോസരവും ഉണ്ടാവരുത്. മണ്ഡപത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് വധുവിന് തിലകമണിയിക്കണം. തിലകമണിയിക്കാന്ന് പറഞ്ഞ നെറ്റിയിൽ കുങ്കുമം തൊട്ടു കൊടുക്കണമെന്ന്. ഓ, വിശാലെ, അച്ചമ്മയുടെ കയ്യിലുള്ള കുങ്കുമച്ചെപ്പിൽ നിന്ന് ഒരു നുള്ളെടുത്ത് ജാസ്മിന് തൊട്ടുകൊടുക്ക. വിശാലല്ല തൊട്ടുകൊടുക്കേണ്ടത്. പിന്നെ അച്ചമ്മയാണോ? ഞാനോ ഗോപിനാഥനോ ഒന്നുമല്ല. തിലകം അണിയിക്കേണ്ട ആളെ ഈ നാളികേരം കാണിച്ചു തരും. നാളികേരം കാണിച്ചു തരുമെന്നോ? എങ്ങനെ? പറന്നു വന്ന് തൊട്ട് കാണിക്കോ? പ്രതാപ, ഈ നാളികേരം തറയിൽ വെച്ച് വട്ടം കറക്കണം. ഇതിന്റെ കണ്ണ് ആരുടെ നേർക്കാണോ വരുന്നത് ആ ആള് വേണം വധുവിനെ തിലകമണിയിക്കാൻ. ഫസ്റ്റ് ഓരോരോ ചടങ്ങുകളെ ഈ അടിയും കറക്കിയാ മതിയോ? ആര് കറക്കിയാലും മതി. ആഹാ, എന്നാ പിന്നെ ഇങ്ങനെ തന്നോളൂ. ഇവിടെ കറക്കിയാ മതിയാ? മതി.
അയ്യോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാർവതിയെ കൊണ്ടേ നീ നിന്റെ കാല് പിടിപ്പിക്കാൻ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. നീ എങ്ങനെയൊക്കെ ശ്രമിച്ചു അതിപ്പോ നിനക്ക് തന്നെ വന്ന് ഭവിച്ചു. വരക്കടി വരക്കടി അങ്ങോട്ട്. അയ്യോ അതല്ല, ഇതാണ് അണിയിച്ചേർന്നത്. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, മുകളിൽ ഒരാൾ എല്ലാം കണ്ടോണ്ടിരിപ്പുണ്ട്. ദൈവം നിനക്കേ നൈസായിട്ട് പണി തന്നിട്ടുണ്ട് മോളെ. പാർവതി പറഞ്ഞത് നീ കേട്ടില്ലേ? ഒരിക്കലും അച്ഛമ്മയെ ധിക്കരിക്കില്ലെന്ന്. പാർവതി കുങ്കുമം തൊട്ട് തരുമ്പോഴേ നീ പാർവതിയുടെ കാല് തൊട്ട് വണങ്ങണമെന്ന് പറഞ്ഞതേ അച്ഛമ്മയാ. അച്ഛമ്മയെ ധിക്കരിച്ചാലേ ഈ വിവാഹത്തിന് പങ്കെടുക്കാൻ മനസ്സില്ലെന്നും പറഞ്ഞ് അച്ഛമ്മ അച്ഛമ്മയുടെ പാട്ടിന് പോവും. അച്ഛമ്മ പോയാ അറിയാലോ, വിശാൽ ബ്രോയുടെ പാടും നോക്കി അങ്ങ് പോവും. നീ ഇവിടെ കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കേണ്ടി വരും. അറ്റൻഷനില് ദാ ഇങ്ങനെ. വിവാഹം മുടങ്ങാതിരിക്കാൻ വേണ്ടി നീ പാർവതിയുടെ കാൽ തൊട്ട് വണങ്ങിയ. നീ മാത്രമല്ല, നിന്നെ കൊമ്പത്ത് കയറ്റി വെച്ചിരിക്കുന്ന അമ്മയും അങ്കിളും എല്ലാവരും പാർവതിയുടെ മുന്നിൽ മുട്ടുകുത്തിയതുപോലെ ആവും. ഈ തറവാട്ടിലെ പഴയ കാരണവന്മാരെ ഈ നാളികേരത്തിൽ ഇറങ്ങി വന്ന് നിനക്ക് 8ന്റെ പണി തന്നല്ലോ എന്റെ ജാസ്മിനെ. ഇനി നീ എന്ത് ചെയ്യും? രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ചെല്ല്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയ ആള് തന്നെയാണോ? എന്താ അക്കാര്യത്തിൽ നിനക്ക് സംശയമുണ്ടോ? അവളെ കമ്പനിയിൽ നിന്ന് ഇത്ര അഹങ്കാരം കാണിച്ചിട്ട് ആർക്കും വായിൽ നാക്കില്ലായിരുന്നു. അഹങ്കാരം ശ്യാമയ്ക്കല്ല, നിനക്കാ. നീ ഞങ്ങളുടെ കമ്പനിയിലേക്ക് കാലെടുത്ത് വെച്ച ഉടനെ നീ വൈസ് ചെയർപേഴ്സൺ ആയി. അത്തരത്തിലായിരുന്നു നിന്റെ പെരുമാറ്റം. ഇവിടത്തെ 3 മരുമക്കളിലെ മറ്റ് 2 പേരെക്കാളും യോഗ്യത എനിക്ക് തന്നെയാ. ഞാൻ മിസ് കേരളയാ.
എന്റെ സൗന്ദര്യം മാത്രം മതി ഒരു കമ്പനിയുടെ ചെയർപേഴ്സൺ ആകാനായിട്ട്. നീ ഏത് മൂഢസ്വർഗത്തിലാ ജീവിക്കുന്നേ? സൗന്ദര്യം മതിയത്രേ കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ ആവാൻ. എന്റെ ഐശ്വര്യേ, നീ ഇത്ര വലിയ സൗന്ദര്യവതിയാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? നിന്റെ ഭർത്താവായ ഞാൻ പറയുന്നത് കൊണ്ട് മാത്രമാണ് ഭാര്യയായ നീ സൗന്ദര്യവതിയാകുന്നത്. ഈ അഹങ്കാരം നിന്നെ വലിയ അപകടത്തിൽ കൊണ്ടെത്തിക്കും. ഐശ്വര്യ, ദേ, മാരകമായ ഏതെങ്കിലും ഒരു അസുഖം വന്നാൽ മതി നിന്റെ ഈ സൗന്ദര്യമൊക്കെ അങ്ങ് പോവാൻ. നിങ്ങൾ എനിക്ക് രോഗം വരാൻ വേണ്ടിയായിരിക്കും പ്രാർത്ഥിക്കുന്നതല്ലേ? അല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്റെ ഭാര്യയുടെ മനസ്സിന് വിശുദ്ധിയും സൗന്ദര്യവും ഉണ്ടാവണമെന്നാ. നീ നിന്റെ മനസ്സിലെ അടങ്ങാത്ത പകയുടെയും വിദ്വേഷത്തിന്റെയും അസൂയയുടെയൊക്കെ അഴുക്ക് ആദ്യം ഒന്ന് കഴുകി വെളുപ്പിക്കുക ഐശ്വര്യ. എന്നിട്ട് നല്ല മനസ്സുള്ള മനുഷ്യരുടെ പ്രവൃത്തികൾ കാണും. അങ്ങനെ നീ ഒരു നല്ലവളാവാൻ നോക്ക്. ഓ, ഇവിടെ നിങ്ങളുടെ ഏട്ടന്റെയും അനിയന്റെയും ഭാര്യമാരായിരിക്കും നിങ്ങൾക്ക് നല്ലവളുമാര്. അതിലെന്താ ഐശ്വര്യ സംശയം? എന്റെ കാഴ്ചപ്പാടില് എന്റെ ഏടത്തെയും എന്റെ അനിയത്തെയും വളരെ നല്ലവരാ, വളരെ സൽസ്വഭാവികളാ. ഞാൻ മാത്രം നിങ്ങൾക്ക് കൊള്ളില്ല. അതൊരു യാഥാർത്ഥ്യമല്ല ഐശ്വര്യ. യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പിന്നെ നിങ്ങൾ എന്തിനാ എന്റെ കൂടെ ജീവിക്കുന്നത്? ഞാനേ ആനന്ദ നിലയത്തിൽ ആനന്ദവർമ്മയുടെയും മേടയിൽ കോലോത്ത് വസുന്ധരാദേവിയുടെയും മകനായി പോയില്ലേ? സോഷ്യൽ സ്റ്റാറ്റസ് കീപ്പ് ചെയ്ത് എനിക്ക് ജീവിച്ചല്ലേ പറ്റൂ. അപ്പോ നിങ്ങൾ എന്റെ കൂടെ സഹിച്ച് ജീവിക്കാണല്ലേ? പിന്നല്ലാതെ. ഈ നാട്ടില് പരസ്പരം പൊരുത്തപ്പെടാനാവാത്ത ഒത്തിരി ദാമ്പത്യ ജീവിതങ്ങളുണ്ട്. അവരെല്ലാം സഹിച്ച് ജീവിക്കുക. അതുപോലെ ഞാനും അങ്ങ് സഹിച്ച് ജീവിക്കുന്നു. എന്റെ ഏട്ടന്റെയും അനിയൻ അഖിലിന്റെയും ദാമ്പത്യ ജീവിതങ്ങൾ കാണുമ്പോ എനിക്ക് അവരോട് അസൂയ തോന്നി പോവാറുണ്ട്. നിങ്ങളുടെ ഏട്ടത്തിക്ക് എന്തോ ഒരു വലിയ രഹസ്യമുണ്ട്. ആദ്യ ഐശ്വര്യ കണ്ടുപിടിച്ചിരിക്കും. നിന്റെ ഈ കണ്ണുകൾ കൊണ്ട് നോക്കിയാലേ എല്ലാവർക്കും കുഴപ്പങ്ങളെ കാണൂ. നിന്റെ ഈ കണ്ണുകൾക്ക് കിട്ടിയിരിക്കുന്ന പരിവേഷം പോലും അസൂയാണല്ലോ. ഏട്ടത്തെയും അനിയത്തെയും സ്തുതിച്ചു പറയാൻ നിങ്ങൾക്ക് 1000 നാവാ. ഐശ്വര്യ, ഞാൻ മാത്രമല്ല അവരെ സ്തുതിച്ചു പറയുന്നത്. എല്ലാരും പറയും. അത് അവരുടെ നന്മകൾ കൊണ്ടാ. നിങ്ങളുടെ വിശുദ്ധയായ അമൃതേടത്തിയുടെ മുഖത്ത് വെച്ചിരിക്കുന്ന കറുത്ത മുഖംമൂടി ഞാൻ എടുത്തങ്ങ് മാറ്റും. നീ അവരെ ഒരു ചുക്കും ചെയ്യില്ല ഐശ്വര്യ. നീ ആദ്യം നിന്റെ മനസ്സിലേക്കൊന്ന് നോക്ക ഐശ്വര്യ. എന്നിട്ട് ആ മനസ്സൊന്ന് ശുദ്ധീകരിക്കാൻ നോക്ക്. നിന്റെ ഒരു വിരൽ മറ്റുള്ളവർക്ക് നേരെ നീ ചൂണ്ടുമ്പോ നിന്റെ മറ്റ് 4 വിരലുകളും നീ നിനക്ക് നേരെ ചൂണ്ടിരിക്കുക. അത് നീ മറക്കണ്ട. ഓർത്തോ നീ. എല്ലാവരും കൂടെ കൂട്ടം കൂടിയപ്പോ ഐശ്വര്യക്ക് നേരെ അല്ലേ? ഈ ഐശ്വര്യ ആരാണെന്ന് കാണിച്ചു തരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യോ, ഇളയച്ച ഷാമാന്റെ ഉമ്മാക്കുന്നേ, ഓടിവായോ. അയ്യോ അയ്യോ, ദേ കെട്ടിപ്പിടിക്കുന്നേ. മിണ്ടരുത്, എല്ലാം നശിപ്പിച്ചു. നിന്നോട് ആരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു? അയ്യോ മോളെ, കരയല്ലേ എന്റെ പൊന്നെ, കരയല്ലേ? ഓ ഓ ഓ, സാരില്ല ചുമ്മാ പറഞ്ഞല്ലേ മോളെ, ഇളയച്ചനും ഷാമാന്റെയും കൂടി എന്നെ കരയിപ്പിച്ചില്ലേ. ഇവിടെ നടന്ന കാര്യം ഞാൻ എല്ലാവരോടും പറയും. അലറല്ലേ, സൈറം പോലെ കിടന്ന് കൂവല്ലേ. എന്റെ പൊന്നുമുത്തിന് എന്ത് വേണം, എന്ത് വേണമെങ്കിലും ശ്യാമേണ്ടി തരാം. എന്തും തരോ? എന്തും തരും, പറ. എന്നാ അനുക്കുട്ടിക്ക് ഒരു പാട്ട് പാടിത്താ. ദൈവമേ സാർ, പാട്ട് പാടിത്തന്നാ ഞാനിത് പുറത്തു പറയില്ല. എടോ, ഒന്ന് പാടിക്കൊടുക്ക ശ്യാമേ, അല്ലെങ്കിൽ ഇവള് മൊത്തം മാറ്റിക്കും. ആ മോളെ, ദേ ഇപ്പൊ പാടിത്തരും കേട്ടോ. ശ്യാമാംബര തീരെ
വൃന്ദാവനരാഗം പെയ്യുന്നൊരു കാർമുകിലേ, കാണാക്കുയിൽ പോലെ നീ പാടും ഗാനം, ഇരുളിനു പുലരിമഴ, കണ്ണൻ തന്നൊരമൃതമഴ, ശ്യാമാംബരതീരെ വൃന്ദാവനരാഗം പെയ്യുന്നൊരു കാർമുകിലേ, പോലെ നീ പാടും ഗാനം, ഇരുളിനു പുലരിമഴ, കണ്ണൻ തന്ന നാദമഴ, ശ്യാമാംബരതീരെ വൃന്ദാവനരാഗം പെയ്യുന്നൊരു കാർമുകിലേ. അമ്മ എന്താ അമ്മ? വിസ്മയ വന്നിട്ടുണ്ട് മോളെ. വിസ്മയെ കൊണ്ട് ശ്യാമയൊക്കെയും കൂടി പാട്ട് പാടിക്കുക. വിസ്മയ ഇങ്ങനെ ഇവിടെ വന്ന്? അതുമല്ല, വിസ്മയ എന്തിനാ റൂമിൽ ഇങ്ങനെ അടച്ചിരിക്കുന്നെ? വാ, നമുക്ക് വിളിച്ച് താഴത്തേക്ക് കൊണ്ടുപോവാം. ശ്യാമാംബരതീരെ അയ്യോ, നിങ്ങളിവിടെ നിൽക്കേ. അഖി, അഖി, ഡോറൊന്ന് തുറക്ക്. എവിടെ വിസ്മയ? എവിടെ? ഏത് വിസ്മയ? ഏത് വിസ്മയോ? അരുന്ധതിയുടെ മകള് വിസ്മയ, പാട്ടുകാരി. അവൾ ഇതിനകത്തിരുന്ന് പാടിയത് ഞങ്ങൾ കേട്ടല്ലോ. ഓ, എന്താ ഒരു ഒഴുക്ക്, എന്താ ഒരു രാഗം. എവിടെ ആ കുട്ടി? എവിടെ? ഇവിടെ വിസ്മയൊന്നുമില്ല. ആ, മനസ്സിലായി. അമ്മേ, സംഗതി എന്താണെന്നോ? അന്നത്തെ സംഭവം ഉണ്ടായില്ലേ, അതിനുശേഷം ഇവര് തമ്മിൽ ഒന്നിച്ചു. ഇനി നമ്മളോട് സംസാരിക്കണ്ടെന്നും പറഞ്ഞു കാണും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എത്രയോ കാലത്തിന് ശേഷമാ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നേ. ഞങ്ങൾക്ക് കണ്ടു മതിയായില്ല. മോള് കഴിക്കും. കറിയൊക്കെ ഇഷ്ടപ്പെട്ട മോളെ? സൂപ്പർ. മോൾ ഇനി പറ, അവിടെ എന്താ സംഭവിച്ചേ? ഒന്നുമില്ല, കുറച്ചു ദിവസം ഇവിടെ നിങ്ങളോട് എല്ലാരോടും കൂടി താമസിക്കണമെന്ന് തോന്നി. അതിന് പാതിരാത്രിയാണോ മോള് ഇറങ്ങി വരുന്നത്? ഇതേ പോലീസിൽ അറിയിക്കേണ്ട കേസാ. ഭർത്താവിന്റെ വീട്ടിലെ പീഡനത്തിന് കേസ് എടുക്കണം. കുറച്ചു ദിവസം അവരകത്ത് കിടക്കട്ടെ, പഠിച്ചോളൂ. ഭർത്താവിന്റെ വീട്ടില് പീഡനോ? ആർക്ക് പീഡനം? കുറച്ചു നേരത്തെയുള്ള കരച്ചിലിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി മോളെ. നിന്റെ ഈ കണ്ണീരിന് ഞാൻ പകരം ചോദിക്കും, അതുറപ്പാ. അമ്മേ, സന്തോഷായിട്ട് നിങ്ങൾക്കൊപ്പം കുറച്ചു ദിവസം നിൽക്കാനായിട്ടാ ഞാൻ വന്നത്. അത്രേ ഉള്ളൂ. അതിനപ്പുറം ഒന്നും ചിന്തിച്ചു കൂട്ടണ്ട ആരും. അല്ലെങ്കിൽ പിന്നെ ഞാനങ്ങ് പോയേക്കാം. ഇനി എങ്ങോട്ട് പോകണ്ട. മോള് ഭക്ഷണം കഴിക്കും. അത് കഴിച്ചിട്ട് വേണം ഇത് കഴിക്കാൻ. അച്ഛമ്മേ, ഇതെല്ലാം കൂടെ കഴിച്ച് എന്റെ വയറ് പൊട്ടും. പപ്പ എന്തോന്നും പറയാത്തെ? നീ യഥാർത്ഥത്തിൽ സന്തോഷിക്കുകയാണോ സങ്കടപ്പെടുകയാണെന്നൊന്നും അറിയാതെ ഞാനിങ്ങനെ നിൽക്കുക. അഥവാ സങ്കടം വല്ലതും മനസ്സിലുണ്ടെങ്കിൽ അത് കളയണം. ഇനി ഇവിടെ സന്തോഷത്തിന്റെ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ബാലു ആയിരിക്കും. അടിച്ചോടിക്കണം അവനെ. ബാലു ആയിരിക്കില്ല, അമ്മയായിരിക്കും.
നിക്കണേ അവിടെ. ഏയ് മോളെ ആരോട് ചോദിച്ചിട്ടാ നീ ഈ വീട്ടിൽ കയറിയേ? ഞങ്ങളുടെ മോളെ കൊല്ലാക്കൊല്ല ചെയ്യിച്ച് ആത്മഹത്യയുടെ വക്കിലെത്തിച്ചിട്ട് അന്വേഷിച്ചു വന്നിരിക്കുകയാണോ? ഇറങ്ങടി പുറത്ത്. എന്റെ മോളെയും കൊണ്ടേ ഞാൻ പോവും. മോളെയും കൊണ്ടല്ല, നീ കൊണ്ടിട്ടേ പോവും. അമ്മയുടെ ആവശ്യമില്ലാതെ സംസാരിക്കരുത്. ഇറങ്ങടാ പുറത്ത്. ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളോട് ആജ്ഞാപിക്കുന്നു നീ? മമ്മി, ഞാൻ സംസാരിക്കാം അവരോട്. മഹേഷ്, പോലീസിനെ വിളിക്ക്. എന്നിട്ടൊരു പരാതി കൊടുക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സീതജി, സീതജിക്ക് എന്താ ഒരു ടെൻഷൻ പോലെ? എനിക്ക് ടെൻഷനൊന്നുമില്ല, നിങ്ങൾ കഴിക്കേ. എടി, ഉണ്ണിയപ്പം നീ ഉണ്ടാക്കിയതാണോ? അതാ ഒരു മയം ഇല്ലാത്തത്. അല്ല ചേച്ചി, അത് കഴിച്ചു നോക്കാതെ എങ്ങനെ അറിയാൻ പറ്റൂ? എടി, ഇങ്ങനെ തൊട്ട് നോക്കി അറിയാം ഇതിന് മയം ഉണ്ടോ ഗുണമുണ്ടോ എന്ന്. എന്റെ പൊന്നിയേച്ചേ, നിങ്ങളെ സമ്മതിക്കണം. അല്ല, ഈ കൊഴലപ്പം എങ്ങനെയുണ്ട്? അല്ല, തൊടാതെ പറഞ്ഞേ, അതെങ്ങനെയുണ്ട്? അത് നല്ലതാ. നല്ലതാണോ? പൊന്നപ്പന്റെ കടയിൽ നിന്നായാലും നന്നായല്ലേ? സീതേ, പുതിയ പെണ്ണടി വരാൻ ഇത്ര താമസം? ഒരുക്കമാണോ? സ്വന്തം കല്യാണത്തിന് ഒരുങ്ങിയില്ല, പിന്നെ ലൈലത്തൂന്ന് രണ്ടുപേരും കാണാമെന്നു പറഞ്ഞ് ഒരുങ്ങി വരാൻ പോകുന്നത്. അല്ല, പിന്നെന്താ എത്ര താമസിക്കുന്നേ? ഞങ്ങൾ വന്നിട്ട് എത്ര നേരായി? വരും വരും. ചിലപ്പോ വല്ല ഫോണും വന്നിട്ടേ, പാർട്ടിയിലെ വലിയ നേതാവല്ലേ, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വന്നോണ്ടിരിക്കും. അതാ. അല്ലെങ്കിൽ ചിലപ്പോ വല്ല ബാത്റൂമിലും ആയിരിക്കും. ഷാഹിനെ വിളിക്കാൻ ചെന്നപ്പോഴേ കുളിയൊക്കെ കഴിഞ്ഞ് വരും. വരും ചേച്ചി, രണ്ട് ഉണ്ണിയപ്പം തിന്ന, അപ്പോഴത്തേക്ക് ഇങ്ങ് വരും. ഇതാ വന്നല്ലോ. നിങ്ങളാണോ എന്നെ കാണാൻ വന്നിരിക്കുന്നത്? അതെ അതെ. സാറാമേ, ഇതൊക്കെ എന്റെ സുഹൃത്തുക്കളാ. ഇത് ഉഷ, ഇത് വനജ. വനജ ചേച്ചിയെ പിന്നെ എനിക്ക് അറിയത്തില്ലേ? കഴിഞ്ഞ പ്രാവശ്യം അക്വേറിയം പൊട്ടിച്ചപ്പോ ഞാനല്ലേ ഒത്തുതീർപ്പാക്കി തന്നേ. ചേച്ചിയുടെ പേരെന്നാ? എന്റെ പേര് ഉഷ. ഇവിടെ അടുത്തായിരിക്കും. കല്യാണം കഴിഞ്ഞാലേ പുതുപ്പെണ്ണ അയലക്കത്ത് വന്ന അയലക്കംകാരെയൊക്കെ കാണുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. എന്തിന്? ഒരു സാധാരണ കല്യാണം എന്നതിനപ്പുറമുള്ള പ്രാധാന്യമൊന്നും ഈ കല്യാണത്തിന് ഇല്ലല്ലോ. ഉഷേ, ഞാൻ സാറാമ്മയോട് പറഞ്ഞായിരുന്നു നിങ്ങളുടെയൊക്കെ വീടുകളിൽ വരണമെന്നുള്ളത്. എന്നോടോ? എപ്പോ? ഞാൻ സാറാമ്മയോട് പറയാനിരിക്കുമായിരുന്നു. എന്ന് പറ. എന്നോട് പറഞ്ഞായിരുന്നു കേട്ടോ. സാറാമ്മയോട് പറയാൻ വേണ്ടിട്ട് ഓർമ്മിപ്പിക്കണോന്ന് എന്നോട് ചേച്ചി പറഞ്ഞായിരുന്നു അല്ലേ? അതെ അതെ അതെ. ഇതൊക്കെ അറിഞ്ഞു കേട്ട് ചെയ്യേണ്ട കാര്യമല്ലേ സാറാമേ? നാട്ടുനടപ്പ് നമ്മളായിട്ട് തെറ്റിക്കണോ? ഞാൻ ഈ നാട്ടുനടപ്പിനൊക്കെ എതിരായിട്ടുള്ള ഒരാളാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ മാറ്റി എഴുതാനാണ് എന്നെ പോലുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതേ പാത ഞാൻ പിന്തുടരണം എന്ന് ആവശ്യപ്പെടരുത്. സീതേച്ചിയെ, പങ്കേട്ടന്റെ ഭാര്യയ്ക്ക് കുറച്ച് തന്റെ ഇടം കൂടുതലാണല്ലോ. തന്റെ ഇടം മാത്രമല്ല, സാമർത്ഥ്യം ഇച്ചിരി കൂടുതലാ. അതെ, നിങ്ങൾ ഈ പറഞ്ഞ തന്റെ ഇടവും സാമർത്ഥ്യവും എനിക്ക് ഇച്ചിരി കൂടുതൽ തന്നെയാ. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അയ്യോ സാറാമ്മ, ഇവരോട് ഇങ്ങനെയൊന്നും പറയല്ലേ. പറയട്ടെ സീതേച്ചി, പങ്കേട്ടന്റെ പെണ്ണിനെ കാണാൻ വേണ്ടിട്ടേ ഒരുപാട് ആഗ്രഹിച്ചു വന്നതാ. അപ്പൊ അവരുടെ വായിന്ന് ഞങ്ങൾക്ക് ഇത് തന്നെ കേൾക്കണം. അവര് പറയട്ടെ. ഇത് കുറച്ച് കൂടിപ്പോയി എന്റെ സീതേച്ചിയെ. ചേച്ചി, അമ്മായി തൽക്കാലം വിട്ടുകളാ. എടി, ഞാനത് പറഞ്ഞ് തീർക്കട്ടെ. അല്ല, അതും ഈ മര്യാദ എന്ന് പറയുന്ന സംഭവം ഇങ്ങോട്ട് തന്നാലേ അങ്ങോട്ടും തരാൻ തോന്നുള്ളൂ. അത് നിങ്ങൾ രണ്ടുപേരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാ കേട്ടോ. സീതേ, എന്റെ സന്തോഷവും കല്യാണം കഴിച്ചോണ്ട് വന്ന പെണ്ണിനെ കാണാൻ നീ വന്നപ്പോഴേ അവള് നിന്നോട് ഇങ്ങനെയാണോ പെരുമാറിയത്? അല്ല. അതെന്താ? തറവാടിത്തം ഉള്ളത് കൊണ്ട്. തറവാടിത്തം, തേങ്ങാക്കൊല. അതെ, ഇത്രയും നേരം നിങ്ങൾ രണ്ടുപേരും പറയുന്നത് ഞാൻ കേട്ടോണ്ടിരുന്നത് നാത്തൂന്റെ സുഹൃത്തുക്കളും അയൽക്കാരാണെന്നുള്ളൊരു പരിഗണന കൊണ്ടാണ്. ഇനി ഞാൻ ഇവിടെ നിന്നാ ചിലപ്പോ നിങ്ങൾക്ക് ഇനി ആ പരിഗണന കിട്ടിയില്ലെന്ന് വരും കേട്ടോ. അതെ, നിങ്ങൾ രണ്ടുപേരും ചായ കുടിച്ചിട്ട് പോയാ മതിയേ. കുടിപ്പിച്ചിട്ട് വിട്ടാ മതി കേട്ടോ. പുറത്തുക്കള് കാണാൻ വന്നേക്കുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.